ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഏലക്ക ഗ്രേഡ് തിരിക്കുന്നതാണ്. ഏലക്ക എങ്ങനെ വിളവെടുക്കുന്നതെന്നും അത് ഉണക്കുന്നത് എങ്ങനെ അതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടായി പോയി കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. ഏലക്ക മാർക്കറ്റിലോട്ട് ഇറങ്ങുന്നതിന് മുന്നേ ഗ്രേഡ് തിരിക്കും കേട്ടോ. അതാണ് ലാസ്റ്റ് പ്രോസസ്സ്. അപ്പൊ നമുക്ക് അത് കാണാവേ. ഏലക്ക ഇതുപോലെ ഒരു മെഷീന്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അത് ചെറിയൊരു ഹോളിന്റെ അകത്തൂടെ താഴോട്ടിറങ്ങി പോകുന്നുണ്ട്. അവിടുന്ന് ചെറിയൊരു വൈബ്രേഷന്റെ സഹായത്തോടു കൂടിയാണ്, ചെറുതൊന്നുമല്ല, ഒരുമാതിരി നല്ല വൈബ്രേഷന്റെ സഹായത്തോടു കൂടി തന്നെ ഏലക്ക നീങ്ങി പോകുന്നുണ്ട്. അത് നമുക്ക് ഇതുവഴി കാണാം കേട്ടോ. അതിന്റെ അകത്ത് കണ്ടോ ചെറിയ ചെറിയ ഹോൾസ്, ആ ഹോളിന്റെ അകത്തൂടെ ചെറിയ ചെറിയ ഏലക്കകൾ ഇറങ്ങി പോകുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് കാണാം കേട്ടോ. ഇതേപോലെയാണ് ഏലക്ക ഇറങ്ങിപ്പോകുന്നത്. ഇറങ്ങിപ്പോകാൻ പറ്റാത്തത് അവിടെ തറഞ്ഞിരിപ്പുണ്ട്. അപ്പൊ ഇറങ്ങിപ്പോയ ഏലക്കകൾ വന്ന് വീഴാൻ വേണ്ടിട്ട് ഒരു പാത്രമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ അകത്തോട്ടാണ് ഈ ചെറിയ ഏലക്ക വന്ന് വീഴുന്നത്. അപ്പൊ വലിയ ഏലക്ക എങ്ങോട്ടാണ് പോകുന്നത് എന്നൂടെ നമുക്ക് കാണാം. വലിയ ഏലക്ക എന്ന് പറയുമ്പോൾ ഗോൾഡിലൊക്കെ നമ്മൾ പറയുന്നല്ലേ 916 എന്ന് പറയല്ലേ, അതേപോലെ ഏറ്റവും ക്വാളിറ്റി ഏറ്റവും നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ഏലക്ക തൊട്ട് പിന്നെ അതിന്റെ താഴെ അങ്ങനെയാണ് ഈ ഏലക്ക വന്ന് വീഴുന്നത് കേട്ടോ. അതിന് വേണ്ടിട്ട് പാത്രമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഏലക്കായിലൊക്കെ ഏറ്റവും നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ഏലക്കയാണ് ഞാനിപ്പോ കയ്യിലെടുക്കാൻ പോകുന്നത്. അത് പറയുന്നത് 8.5 എന്നാണ്. 8.5 കഴിഞ്ഞാൽ പിന്നെ അടുത്ത വരുന്നത് 8. അപ്പൊ ഇനി മാർക്കറ്റിൽ നിന്ന് ഏലക്ക വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ, ഏത് ക്വാളിറ്റി ഉള്ളതാണ് ഇല്ലെങ്കിൽ നമ്പർ 1 ആയിട്ടുള്ളതാണ് കിട്ടുന്നതെന്ന് എല്ലാരും നോക്കുക കേട്ടോ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഏലക്ക ഒന്നും നമ്പർ 1ഓ 2ഓ ഒന്നുമല്ല, ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ തന്നെയാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. പിന്നെ വരുന്ന 7.78, പിന്നെ 6.7. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം.